കാശടച്ചോ? ആ, അടച്ചു. എവിടെയാ അടച്ചത്? ബാങ്കിലോ അതോ ഫോറസ്റ്റ് ഓഫീസിലോ? നുണ പറയാനും പഠിച്ചല്ലേ? പിന്നെ ഞാൻ എന്നാ ചെയ്യാൻ? എൻ്റെ കൂടപ്പിറപ്പായി പോയില്ലേ? കൂടപ്പിറപ്പ് ഏത് നേരം പെങ്ങളെയും കുടുംബത്തെയും കുറിച്ച് പറയാനേ നേരമുള്ളൂ. പെങ്ങളെ സ്നേഹിച്ചോ, സഹായിച്ചോ? വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. ഇത് സ്നേഹമല്ല, ഭ്രാന്താ. കഷ്ടപ്പാട് സങ്കടമൊക്കെ നിങ്ങളുടെ പെങ്ങൾക്ക് മാത്രമല്ല, ബാക്കിയുള്ളവർക്കും ഉണ്ട്. അവക്കൊരു ആപത്ത് വരുമ്പോ പിന്നെ ഞാൻ എന്നാ ചെയ്യണമെന്നാ നീ പറയുന്നത്? എന്ത് ആപത്ത്? അവരെല്ലാം അപകടത്തിൽപ്പെട്ടോ? അതുപോലെ രോഗം വന്ന ആശുപത്രിയിലായോ? സ്വന്തം ഭാര്യയും കുഞ്ഞിനെയും കയറ്റിയ വണ്ടിയിൽ കള്ളും കഞ്ചാവും കടത്തുന്ന ഒരുത്തനെ കുടുംബത്തെ കയറ്റുമ്പോൾ ആലോചിക്കണമായിരുന്നു. ഇല്ലെങ്കിൽ തന്നെ ഇവിടെ ഇനിയിപ്പോ അത് പറഞ്ഞിട്ട് എന്നാ കാര്യം? എനിക്കൊരു തെറ്റ് പറ്റിപ്പോയി. തെറ്റുപറ്റിയത് എനിക്കാ. എന്റെ വയ്യായിക്ക് എല്ലാം അറിഞ്ഞിട്ടും നിങ്ങൾ എനിക്കൊരു ജീവിതം തന്നപ്പോ ഞാൻ നിങ്ങളുടെ ജീവിതം തന്നെ സ്നേഹിച്ചു പോയി. നിങ്ങൾ പറയുന്നതെല്ലാം ഞാൻ അനുസരിച്ചു. ഇപ്പൊ എനിക്ക് മനസ്സിലായി, രോഗമുള്ള നിശ്ചയം കെട്ടിയത് സ്നേഹം കൊണ്ടൊന്നുമല്ല. നീ വെറുതെ ഇല്ലാവചനം പറയല്ലേ? വായി നീ വീണ പിന്നെ എടുക്കാൻ ഒക്കല്ല. എന്താ പറഞ്ഞാല് നിങ്ങൾക്ക് രോഗം മുതലെടുത്തു. എനിക്കിത് കൊച്ചും കുടുംബജീവിതമൊക്കെ ഇച്ചാന്റെ ഔദാര്യമാണല്ലോ. അപ്പൊ പിന്നെ എന്തും ചെയ്യാം. എന്ത് ചെയ്താലും ഞാനൊരു അടിവയെ പോലെ ഇവിടെ ജീവിച്ചോളൂ ഇച്ചാന് അറിയാം. അതുകൊണ്ടല്ലേ ഉള്ള സ്വത്ത് മൊത്തം പെങ്ങൾക്ക് കൊടുത്തത്. ഉള്ള വീട് പറമ്പ് അളിയെ രക്ഷിക്കാൻ ബാങ്കിന് കൊടുത്തു. വന്നവരും പോകുന്നവരും ഓരോ സഹായം ചോദിച്ച് കൈ നീട്ടുമ്പോ കയ്യിലുള്ളവർക്ക് നാട്ടുകാർക്കും കൊടുത്തു. ഇച്ചാൻ എനിക്ക് കൊച്ചിന് എന്താ തന്നത് പറ? ഇനി ആകെയുള്ളത് ഈ ഒരു കെട്ടുതാലിയാ. ഇതും വേണോ? എടുത്തോ. വലിയ സഖാവെന്ന് പറഞ്ഞ് നാട് നന്നാക്കാൻ നടക്കുന്നല്ലാതെ എനിക്ക് മാറി കൊടുക്കാൻ ഒരു സാരി ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഓമനിച്ച് വളർത്തുന്ന മോന്റെ സ്കൂൾ ഫീസ് ഇതുവരെ അടച്ചിട്ടില്ല. നീ ഒന്ന് ക്ഷമിക്കേ. എനിക്ക് ഇത്രയുടെ സമയം എന്താ? ഞാൻ എല്ലാം ശരിയാക്കാം. സമയം 8-10 കൊല്ലായില്ലേ? ഇത്ര സമയം പോരെ? എല്ലാം ശരിയായില്ലേ? നീ കെട്ടും കിടക്കായിട്ട് റോഡിലോട്ട് ഇറങ്ങാം, എന്നിട്ട് തെണ്ണ. നീ ഒന്ന് നിർത്തുന്നുണ്ടോ? പെങ്ങളെ മാത്രം മതിയായിരുന്നു. നീ പിന്നെ എന്നെ കെട്ടിയത്? അവളെ കെട്ടിപ്പിടിച്ചാൽ കിടന്നാ പോരായിരുന്നോ? അനാവശ്യം പറയുന്നു. മനുഷ്യൻ വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ അല്ലെങ്കിൽ തന്നെ തല തീ പിടിച്ച് നിൽക്കുക. അപ്പോഴോ കാര്യം പറ. എവിടെയാ മോനെ? രണ്ട് ചെവിയും പൊത്തിക്കൊണ്ട് അപ്പനമ്മച്ചയെ കൊന്നു എന്ന് എൻ്റെ മോങ്കുട്ടം വിളിച്ച് പറഞ്ഞപ്പോൾ ചങ്ക് തകർന്നു പോയി സാറേ. എൻ്റെ ആന പോയപ്പോൾ എൻ്റെ ബന്ധങ്ങളെല്ലാം അറ്റുപോയി സാറേ.
അങ്ങനെ ഓരോന്നായിട്ട് മുറിഞ്ഞു പോയി. ബന്ധങ്ങളെല്ലാം ബന്ധനങ്ങളാണെന്നാണ് പറയാറ്. ഒന്നോർത്ത ബന്ധങ്ങളൊന്നും ഇല്ലാതിരിക്കുന്ന സാറേ നല്ല. ഇപ്പോഴാണ് നല്ല. ഇവിടെ ആകുമ്പോൾ ഈ താക്കോലിൻ്റെ ഒരു ബന്ധനം മാത്രമല്ലേ ഉള്ളൂ. മേശ്ശേരി, സർ, ഞാൻ അലക്സിനോട് സന്തോഷ വാർത്തയായിട്ടാണ് വന്നത്. എന്നാ സാറേ? മേശ്ശേരി, നിങ്ങൾക്ക് പരോള് ശരിയായി. മുകളിലൊക്കെ നല്ല പിടിപാടാണല്ലേ? മുകളിലൊന്നും ഒരു പിടിപാടുമില്ല സാറേ. ഉള്ളതാണോ? ഓർഡർ എത്തിയിട്ടുണ്ട്, നാളെ പോവാം. കൃഷ്ണനാരെ, എനിക്ക് പരോളായി കേട്ടോ. മേശ്ശേരി, ജയിലിലെ ഗണപതി ഭഗവാൻ ഒരു തേങ്ങ ഉടക്കണേ, നേർച്ചയുള്ളതാണേ. ഓ പിന്നെന്നാ എടാ അറിയുന്ന എനിക്ക് പരോളായി മോനസേ. എടാ കൊട്ടാരോ, എടാ അണി, എനിക്ക് പരോളായി. അപ്പൊ നാളെ പോവാം. സാറേ ഉള്ളത് തന്നെയല്ലേ? കളിപ്പിക്കാൻ പറഞ്ഞൊന്നുമല്ലേ? സന്തോഷമായി സാറേ. അലക്സിന്റെ പോലീസ് റിപ്പോർട്ട് അനുകൂലമായത് ഏതായാലും നന്നായി. മേശ്ശേരിയുടെ വിശ്വാസ്യതയും നല്ല നടപ്പും പിന്നെ നമ്മുടെ സപ്പോർട്ട് ഇതിന് തുണയായി. റൈറ്റ്. ആ വിനോദ്, ഫയലുകളൊക്കെ ഞാൻ ഒപ്പിട്ടിട്ടുണ്ട്. നടപടികളെല്ലാം പൂർത്തിയാക്കി അയാളെ വേഗം വിട്ടോളൂ. സാർ, വേജസിന്റെ വിവരങ്ങളെല്ലാം അക്കൗണ്ട്സിലേക്ക് അയച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് പാസ്സാക്കി തുക അലക്സിന്റെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഓക്കെ സാർ. ആ മേശ്ശേരി, കാര്യങ്ങളൊക്കെ അറിഞ്ഞു. ഇന്ന് പരോളിൽ ഇറങ്ങുമല്ലേ? നന്ദി. ആ കിളി, മേശ്ശേരിയുടെ സിവിൽ അങ്ങ് എടുത്തു കൊടുക്ക്. സി 101. ഓ 101. ആ ഇവിടെ ഒന്ന് ഒപ്പിട്ടേരെ. മേശ്ശേരി, ഓ പോയിട്ട് പെട്ടെന്ന് ഇങ്ങോട്ട് വരാൻ നിൽക്കണ്ട. സാറന്മാർ അന്വേഷിക്കല്ലേ? അതിനൊരു ഐഡിയ ഉണ്ട്. വീട്ടിൽ ചെന്നിട്ട് ജയിലറെ വിളിച്ച് ഞാൻ രാജിവെച്ചു എന്ന് പറഞ്ഞാൽ മതി. എത്ര കാലമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്. ഇനി മതി. അല്ലെങ്കിൽ ആർക്ക് വേണ്ടി എങ്ങനെ സമ്പാദിക്കുന്നേ? ഇതിന് കുറവൊന്നുമില്ലല്ലോ സാർ. ചിലപ്പോ 1-2 കിളികൾ പുറത്തു പോകും. കിളി തിരിച്ചു വന്ന നോർമലാ. ഇപ്പൊ കിളി പുറത്താ അല്ലേടാ? ഒന്ന് എൻ്റെ ഒന്ന് സാറിൻ്റെയും. ഞാൻ പോയച്ചോനുമ്പോ എന്നാ കൊണ്ടുവരണ്ടേ? ഇതുപോലെ റേഞ്ചുള്ള ഒരു മൊബൈൽ കൊണ്ടെത്തരൂ. ചോദിച്ച അബദ്ധമല്ലോ സാറേ. ഇവനോട് സംസാരിച്ച് നിൽക്കാതെ മേശ്ശേരി ചെല്ലാൻ നോക്കും. എന്നാലും അങ്ങനെ ആട്ടെ. ഓ ആ ഇങ്ങന്നത് നല്ല മനുഷ്യൻ പരോളായിപ്പോയി.